കുറുവ സംഘത്തെ അപകടകാരികളായാണ് ഹരിയാനയിലെ മേവാത് ഗ്യാങ്. അതായത് അവരെക്കാൾ അപകടകാരികൾ. വീടും സ്ഥാപനങ്ങളും ഒന്നടങ്കം കൊള്ളയടിക്കുന്ന കവർച്ചാ സംഘം. കൊച്ചിയിൽ കണ്ടെയ്നറിനുള്ളിൽ ഒളിഞ്ഞിരുന്ന പിടിയിലായ 3 അംഗ സംഘത്തിന് മേവാത് ഗ്യാങ്ങുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. 3 അംഗ സംഘമാണ് ഇപ്പോൾ അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽ തകർത്ത് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെ പിന്നീട് സാഹസികമായി പിടികൂടി. ഈ കാണുന്ന കണ്ടെയ്നർ ലോറി ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്നു. ഈ കണ്ടെയ്നറിൽ എത്തിയത് അന്തർ സംസ്ഥാന കവർച്ചാ സംഘമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം തേടുകയാണ് പോലീസ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് കാർ മോഷ്ടിച്ച കണ്ടെയ്നർ ലോറിയിൽ കടന്ന സംഘം കേരളത്തിലെത്തിയെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. കൊച്ചി നെട്ടൂരിൽ നിന്നാണ് കണ്ടെയ്നർ ലോറിയിലെത്തിയ 3 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സഹീദ്, രാജസ്ഥാൻ സ്വദേശി സൈക്കുൾ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ തമിഴ്നാട്ടിൽ നിന്നും കാർ മോഷ്ടിച്ച കേസിൽ പ്രതികളാണ്. പ്രതികളെയും കണ്ടെയ്നർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലോറിയിൽ നിന്ന് കാർ കണ്ടെത്താനായില്ല. എന്നാൽ സംശയം ജനിപ്പിക്കും വിധം ഗ്യാസ് കട്ടർ കണ്ടെടുത്തു. പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിച്ചതിന് പിന്നാലെ പ്രതികളിൽ ഒരാൾ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് അനുവദിച്ചു. എന്നാൽ ശുചിമുറിയിൽ കയറിയ പ്രതി വാതിലടച്ച ശേഷം ജനൽ തകർത്ത ചാടി രക്ഷപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പനങ്ങാട് കുഫോസിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് ഇയാളെ പിടികൂടി. ഹരിയാനയിലെ കുപ്രസിദ്ധ മേവാത് ഗ്യാങ്ങിന് സമാനമായ മോഷണ സംഘമെന്നാണ് പോലീസിന്റെ നിഗമനം. നമ്മളിവിടെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. നമ്മളിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ അവർ തമിഴ്നാട് പോലീസ് ബാക്കി നടപടികൾ അവർ കോടതി വിളിച്ചു ചെയ്തു. കാറുകൾ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ കടത്തുകയും ഇവ മറ്റ് കവർച്ചകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നതായി പോലീസ് സംശയിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഈ സംഘം മോഷ്ടിച്ച കാർ 20 കിലോമീറ്റർ അകലെ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും ഗ്യാസ് കട്ടർ കണ്ടെത്തിയതുമടക്കം ചേർത്താണ് മൂവർക്കുമെതിരെയുള്ള കേസ്. വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, കൊച്ചി.